ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടൊക്കെ ക്രിസ്മസിന് കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ A4 ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറുള്ള A4 ഷീറ്റ് ഒക്കെ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു A4 ഷീറ്റ് ഒന്ന് മടക്കി ഒടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു സൈഡ് ഭാഗത്തായിട്ട്, അതായത് നമ്മൾ മടക്കിയെടുത്ത ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സൈഡിൽ നിന്നും നേരത്തെ ചെയ്തതുപോലെ തന്നെ സെന്ററിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ ഒരു പേപ്പറിന്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ വരഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കട്ട് ചെയ്ത ഈ ഒരു ബാലൻസ് വന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കളയണ്ട കേട്ടോ. നമുക്ക് അതും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. ഇപ്പൊ നമുക്ക് അത് ആവശ്യമില്ല. ഇപ്പൊ ഇതാ ഇതുപോലെ നമുക്ക് ഒരു 20 പേപ്പറോളം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത ടൈമിൽ ബാലൻസ് വന്ന ഒരു പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ രീതിയിൽ നമ്മൾ 20 പേപ്പറും കട്ട് ചെയ്യുന്ന ടൈമിൽ ബാലൻസ് വരും. അപ്പോൾ ആ ഒരു പേപ്പർ നമ്മൾ എടുത്തു വെക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്ന ടൈമിൽ കട്ടിയുള്ള ഏതെങ്കിലും കാർഡ്ബോർഡിന്റെ പീസിലോ മറ്റോ ഈ ഒരു ഡിസൈൻ വരഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ട്രേസ് ചെയ്ത് വരഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം. ഇനി ഞാൻ ഒരു ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടീ തലതിരിച്ചിടുമല്ലോ, അതേ രീതിയിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പേപ്പർ ആയതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ഗ്ലൂ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഇത് അതേ രീതിയിൽ തന്നെ, അതായത് ടീ തലതിരിച്ചിട്ട രീതിയിൽ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ പേപ്പറും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ എല്ലാ പേപ്പറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചരടാണ്. ഈ ഒരു ചരട് ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് അവസാന ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ചരട് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പേപ്പർ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ക്രിസ്മസിന് സ്റ്റാർ ഒന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ പേപ്പർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നിങ്ങൾക്ക് കളർ പേപ്പറിലും ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഇതിന്റെ സെന്ററിലായിട്ട് ആ ഒരു കൂടി നിൽക്കുന്ന ഭാഗം കാണാതിരിക്കാനായിട്ട്, അതായത് നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗം കാണാതിരിക്കാനായിട്ട് ഒരു ഫോം ഷീറ്റ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാലൻസ് വന്ന പീസ് ഉണ്ടായിരുന്നില്ല, അതും ഞാൻ ഇതേ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ് വന്ന പീസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഇത് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാർ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാകുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തരം സ്റ്റാറൊക്കെ നമ്മൾ പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതുപോലൊന്നും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പേപ്പർ വാങ്ങുന്ന പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാവുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡെക്കറേഷൻ ഐഡിയയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കാർഡ്ബോർഡ് റോളാണ്. ഇത് നമ്മുടെ അലൂമിനിയം ഫോയിലും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റാപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന്റെയൊക്കെ ബേസ് ആയിട്ട് വരുന്ന റോളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാർഡ്ബോർഡ് റോൾ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ പല സൈസിലായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരേ സൈസിലായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പല സൈസിലായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ഫോം ഷീറ്റ് ആണ്. പിന്നെ ഫോം ഷീറ്റ് എടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഗ്ലിറ്റർ ടൈപ്പ് തന്നെ എടുക്കണം കേട്ടോ.
പിന്നെ ഈ ഒരു ഫോം ഷീറ്റ് തന്നെ നമുക്ക് സ്റ്റിക്കർ ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ ടൈപ്പ് എടുക്കുന്നതാട്ടോ നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഒക്കെ തേച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോം ഷീറ്റിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് റോളിന്റെ അതേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫോം ഷീറ്റ് ഇതുപോലെ ഈ ഒരു റോളിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ സ്റ്റിക്കർ ടൈപ്പ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അതേസമയം സ്റ്റിക്കർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ എത്രയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്താലും ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ കാർഡ്ബോർഡ് റോളും ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കാർഡ്ബോർഡ് റോളും ഫോം ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലൂ ഗൺ ആണ് കേട്ടോ. ഇതുപോലെ ഗ്ലൂ ഗൺ ആ ഒരു റോളിന്റെ മുകളിലോട്ട് ഈ ഒരു രീതിയിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ മെഴുകുതിരിയൊക്കെ ഉരുകുമല്ല, അപ്പൊ ആ ഒരു ഉരുകുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ കാർഡ്ബോർഡ് റോളും ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ അതിന്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന്റെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പിന്നെ അടുത്തടുത്തായിട്ട് ഇതുപോലെ താഴോട്ടേക്ക് വലിക്കാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ ഒരു ഫീൽ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ റോളിലും ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ആ ഒരു ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു കളറിൽ കാണുന്നത്. ഇനി ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഡ്രൈ ആയതിന്റെ മുകളിലായിട്ട് നമുക്ക് വെള്ള കളർ അക്രിലിക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ആ ഒരു ഗ്ലൂ ഉള്ളിടത്ത് മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ കാർഡ്ബോർഡ് റോളിലും പെയിന്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതേ മുന്നേ ആയിട്ട് ഈ ഒരു കാർഡ്ബോർഡ് റോളിന്റെ എല്ലാത്തിന്റെയും മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ LED മെഴുകുതിരി ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ലൈറ്റ് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇത് ഇതുപോലെ ബാക്കിലാണ് കേട്ടോ ലൈറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പം ഈ ഒരു റോളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉൾഭാഗത്ത് നിന്ന് ചെറുതായിട്ട് നമുക്ക് ആ ഒരു പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കാർഡ്ബോർഡ് റോളൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലൂ കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ഒരു റോളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സൈഡിലായിട്ട് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് അഴിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കീറിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഇത് നമ്മുടെ നല്ലൊരു കിഡിലൻ ഡെക്കോ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലായിട്ടാണ് കേട്ടോ ഇത്. ഇപ്പൊ ഇത് ആ ഒരു LED ലൈറ്റ് ഒക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പെയിന്റ് ഏതാണുള്ളത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിന്റ് ആണ്. അക്രിലിക് പെയിന്റ് ഞാൻ ഈ ഒരു ബ്രാൻഡ്, അതായത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ബ്രാൻഡും പിന്നെ ഫെവിക്രിലിനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അത്യാവശ്യം നല്ല പെയിന്റ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു പെയിന്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിന്റെ താഴെയായിട്ട് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇത്തവണത്തെ ക്രിസ്മസിന് ഈ ഒരു സംഭവം, ഈ ഒരു ഡെക്കോർ പീസ് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലൂടെ എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോം ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് മെഷർമെന്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ വലിയ മെഷർമെന്റ് ഒന്നും ഇല്ല, നമുക്ക് ചെറിയ രീതിയിൽ മെഷർമെന്റ് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 7.5 സെന്റിമീറ്റർ, പിന്നെ 1 സെന്റിമീറ്റർ വീതിയാണ് കേട്ടോ. ഇതിപ്പോ ഒന്നിച്ച് മാർക്ക് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് ആ ഒരു മാർക്ക് ചെയ്തെടുത്ത ഭാഗം മാത്രം ആ ഒരു വലിയ ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് പിങ്ക് കളർ ഫോം ഷീറ്റ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഒരു ലൈൻ കാണാം. അത് 1.5 സെന്റിമീറ്റർ അളവിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ.
അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കൂർപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് എല്ലാ ഫോം ഷീറ്റും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ 4 സെന്റിമീറ്റർ നീളവും 7.5 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുമ്പോൾ വീതിക്ക് വെച്ചിട്ട് വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട്. അവസാനം നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ 4 സെന്റിമീറ്റർ നീളം നമുക്ക് കിട്ടണം കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫോം ഷീറ്റ് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴെ മുകളിലായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു റൗണ്ടിന്റെ മുകളിലായിട്ട് ഞാൻ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫോം ഷീറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഈ ഒരു താഴ്ഭാഗത്തുള്ള ഫോം ഷീറ്റ് മുകൾ ഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്കും ഒട്ടിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ, അതായത് ഒരു ബോൾ പോലെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ബോൾ ഷേപ്പിലൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തൂക്കിയിടാനായിട്ട് ഞാൻ ഒരു നൂലെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ആ ഒരു ഫോം ഷീറ്റിന്റെ, അതായത് ചെറിയൊരു പീസ് ഫോം ഷീറ്റിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു ബോളിന്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർണമെന്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ക്രിസ്മസ് ട്രീയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ വലിയ പൈസ മുടക്കില്ലാതെ നമുക്ക് എത്ര വേണമെങ്കിലും ഓർണമെന്റ്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.